പിതൃസുത പരിശുദ്ധാത്മാവായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് വിഭാഗം മനസ്സിലാക്കുന്ന തൃത്വവിശ്വാസം, അതുപോലെ ഗ്ലോറിയസ് ഗോസ്പൽ മുന്നോട്ട് വെക്കുന്ന തൃത്വവിശ്വാസം, ഇവ തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു സെഷനായിരുന്നു ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്. അത് വളരെ ഭംഗിയായി സമർത്ഥമായി ആ സെഷനിൽ പങ്കെടുത്ത വളരെ ആദരണീയനായ പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ, അതുപോലെ ഇത് മോഡറേറ്റ് ചെയ്ത പാസ്റ്റർ മോൻസി, ഇത് സംഘടിപ്പിച്ച ബ്രദർ അജു ജോൺ വർഗീസ്, ഇതിൽ മോഡറേറ്ററായിട്ട് വന്ന ബ്രദർ റജി CP, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകർ, എല്ലാ ശ്രോതാക്കൾ, എല്ലാവർക്കും നന്ദി ആദ്യം തന്നെ പ്രകാശിപ്പിക്കട്ടെ. ഗ്ലോറിയസ് ഗോസ്പലിനെ കുറിച്ച് വളരെ അധികം തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു വിശദീകരണം ഈ കൺക്ലൂഷനിൽ ഞാൻ പറയാം. ഞങ്ങൾ വിശ്വസിക്കുന്നത് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ സർവശക്തൻ. ചാരിത്രിക സഭയുടെ വിശ്വാസം, ഹിസ്റ്റോറിക്കൽ ചർച്ച് എന്ത് വിശ്വാസം ഹോൾഡ് ചെയ്യുന്നു, നൈസീൻ കോൺസ്റ്റാന്റിനോപ്പിൾ ക്രീഡ് എന്ത് പറയുന്നു, അതിൽ നിന്ന് കടുകിട മാറാതെ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ആയ പുത്രനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിശ്വാസ പ്രമാണമാണ് നിങ്ങൾക്ക് ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ ക്ലബ് ഹൗസ് റൂമിൽ ദിവസം 3 തവണ ഞങ്ങളുടെ ആളുകൾ ഇത് ഏറ്റുപറയുന്ന കേൾക്കാം. ഇത് കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മറ്റു പലതുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു നടക്കുന്നത്. ദിവസം 5 തവണയാണ് ഞങ്ങൾ ഇത് ഏറ്റുപറയുന്നത്. അതിൽ ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ക്ലബ് ഹൗസ് റൂമിൽ ചിലപ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂട്ടായ്മ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ളവർ സൂമിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദിവസം 5 പ്രാവശ്യം ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു വിശ്വാസ പ്രമാണമില്ല. നിക്യ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം, എഫേസോസ് സുന്നകദോസിന്റെ മറിയം സംശയം കൂടാതെ ദൈവമാണെന്നുള്ള സത്യവിശ്വാസ പ്രമാണം, ഇതാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യം, ആക്ഷേപം, സംശയങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ അതിന് മറുപടി പറയാൻ ഞങ്ങൾ വളരെ തയ്യാറായിരുന്നു. പക്ഷെ അദ്ദേഹം ചോദിച്ചില്ല. എന്നാൽ ഈ പെന്തക്കോസ്ത് വിഭാഗം ട്രൂത്ത്ഫുൾ അല്ല. കാരണം അവര് തൃത്വമാണ് വിശ്വസിക്കുന്നു പറഞ്ഞ ഒരിക്കൽ പോലും ഇവർ ആരെയാണ് ആരാധിക്കുന്നത്? ഈ ബഹുമാനായ പ്രിൻസ് നിലമ്പൂർ അടക്കമുള്ള പെന്തക്കോസ്ത് വിഭാഗക്കാർ, ഞാൻ അതിൽ ഉൾപ്പെട്ടിരുന്നതാണ്. അവിടെ ഒരിക്കലും സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു പറഞ്ഞിട്ട് പിതാവിനെ ആരാധിക്കുന്ന കാഴ്ച അവിടെ കാണുന്നില്ല. ഇവിടെ ഇതിന്റെ സംഘാടകനായിട്ടിരിക്കുന്ന അജു ജോൺ വർഗീസ് ഒരിക്കൽ എന്നോട് കൂടെ ഡിബേറ്റിന് വന്നപ്പോ പരമപിതാവിന് സ്തുതി പാടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിതാവിനെ ആരാധിക്കാറുണ്ടെന്ന് പറഞ്ഞു. ആ പാട്ട് പിതാവിനെ കുറിച്ചല്ലെന്ന് അദ്ദേഹം തന്നെ തൊട്ട് താഴെ വായിച്ചിട്ട് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഒരിക്കലും തൃത്വമാണ്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന ഒരു ദൈവത്തെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ദൈവത്തെ പെന്തക്കോസ്തിൽ ഒരു വരിയെങ്കിലും കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇറ്റ്സ് ആൻ ഓപ്പൺ ചലഞ്ച് ടു ഓൾ പെന്തക്കോസ്റ്റൽ ഹിയറേഴ്സ്. അല്ലാതെ ഈ സംവാദകനോട് മാത്രമല്ല. അതേസമയം പരിശുദ്ധ സുറിയാനി സഭ പറയുന്നു ത്രിയേകമായിട്ട് നിൽക്കുന്ന ദൈവം, ആ ദൈവത്തെ ആരാധിക്കുന്നു. ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. എല്ലാ ആരാധനയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ഈ രീതി തൃത്വത്തെ ആരാധിക്കുകയാണ്. അപ്പം വാട്ട് വി ബിലീവ്, വാട്ട് വി പ്രേ. അപ്പൊ എന്ത് വിശ്വസിക്കുന്നു അത് പ്രാർത്ഥിക്കുന്നു, അത് ആരാധിക്കുന്നു. ആരാധനയിൽ വിശ്വാസം പ്രതിഫലിക്കുന്നു. അപ്പൊ ആരാധനയിലും സ്തുതി സ്തോത്രങ്ങളിലും പ്രതിഫലിക്കാത്ത ഒരു നിഗൂഢ വിശ്വാസത്തെ സംവാദവേദികളിൽ മാത്രം അവതരിപ്പിച്ച് കോൾമേർ കൊള്ളാനും കയ്യടി നേടാനും ശ്രമിക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പെന്തക്കോസ്ത് വിഭാഗത്തിന് തൃത്വവിശ്വാസം ഇല്ല. അത് സമീപകാലത്ത് ഗ്ലോറിയസ് ഗോസ്പൽ കേട്ടതിന് ശേഷം അത് കോപ്പി അടിച്ച് ഏറ്റെടുത്ത് നടക്കുന്ന ഒരു കാര്യം മാത്രമാണെന്നുള്ള അങ്ങേയറ്റം അപഹാസ്യവും ലജ്ജാകരവുമായ സത്യം ഞാൻ പ്രസ്താവിക്കുവാൻ ഈ കൺക്ലൂഷൻ ഉപയോഗിക്കുകയാണ്. ഇതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല. വളരെ ലജ്ജാകരവും വളരെ ദയനീയവുമായി പോയി. താങ്ക് യു ഫോർ യുവർ ടൈം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും
സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ.